പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 5 പ്രധാന വാർത്തകൾ. ഒമാൻ ധനകാര്യമന്ത്രി ഡോക്ടർ സയീദ് ബിൻ മുഹമ്മദ് അൽ സഖ്ലിയും ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗും കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും ഒമാനും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. മന്ത്രാലയം ആസ്ഥാനത്ത് നടന്ന ചർച്ചയിൽ ഉന്നതതല പ്രതിനിധികളും സന്നിധരായിരുന്നു. ഇരു രാഷ്ട്രങ്ങളുടെയും പരസ്പര താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി സാമ്പത്തിക മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തു. കൂടാതെ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ശക്തവും സൗഹൃദപരവുമായ ബന്ധം വ്യാപിപ്പിക്കുന്നതിന് പൊതുവായ താൽപര്യമുള്ള നിരവധി കാര്യങ്ങളും ചർച്ചയിൽ ഉയർന്നുവന്നു. സാമ്പത്തിക മേഖലയിൽ രാഷ്ട്രങ്ങൾക്കിടയിൽ മികച്ച ബന്ധമാണ് നിലനിൽക്കുന്നത്. ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ മുവാസലാത്തിന്റെ പൊതുഗതാഗതം ഉപയോഗിച്ചത് 1,00,000-ലധികം യാത്രക്കാരെന്ന് റിപ്പോർട്ട്. വിവിധ റൂട്ടുകളിലായി മുവാസലാത്ത് ബസ്, ഫെറി സർവീസുകളിൽ 1,20,000 ആളുകൾ യാത്ര ചെയ്തതായി ഒമാൻ ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. മുവാസലാത്ത് ബസ്സിൽ 1,20,000-ലധികവും ഫെറി സർവീസുകളിൽ 7,000-ലധികം ആളുകളും യാത്ര ചെയ്തു. സമീപകാലത്തെ പൊതുഗതാഗത സേവനങ്ങളുടെ ഉപയോഗത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് റിപ്പോർട്ട് പറയുന്നു. സാധാരണക്കാരായ ആളുകളും കുറഞ്ഞ വരുമാനക്കാരുമായി വിദേശികളുമാണ് മുവാസലാത്ത് സർവീസുകൾ കൂടുതലായി ഉപയോഗപ്പെടുത്തിയത്. ഫെറി സർവീസുകളിലും ആയിരങ്ങൾ യാത്ര ചെയ്തു. റൂവിയിൽ വാണിജ്യ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടത്തിയ ഇലക്ട്രിക് സിഗരറ്റുകളുടെ വിൽപ്പന പിടികൂടി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. കടയിൽ സ്ഥിരമായി ആളുകൾ എത്തുകയും പ്രത്യേക രീതിയിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ സംഭവം നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് വൻതോതിൽ ഈ സിഗരറ്റുകൾ പിടിച്ചെടുത്തത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഇത്തരം ഉൽപ്പന്നങ്ങൾ വെബ്സൈറ്റ് വഴിയും വാട്സപ്പ് വഴിയും ഓർഡർ ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും കണ്ടെത്തി. ഇത്തരത്തിൽ ഓർഡർ നൽകുന്നവരാണ് കടയിലെത്തി സ്വകാര്യമായി ഇലക്ട്രിക് സിഗരറ്റ് സ്വന്തമാക്കുന്നത്. 7,622 ഇലക്ട്രിക് സിഗരറ്റുകളാണ് കടയിൽ നിന്നും പിടിച്ചെടുത്തത്. ഇവ നശിപ്പിക്കുമെന്നും പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ഇലക്ട്രോണിക് സിഗരറ്റുകളും ശീശകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും നിരോധിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്ക് വിവിധ ഘട്ടങ്ങളിലായി 2,000 റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിതെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ചെയർമാൻ സാലിം അൽ ഹക്കമാനിയുടെ ഉത്തരവിൽ പറയുന്നു. ഇലക്ട്രോണിക് സിഗരറ്റുകളും ശീശകളും ഹുക്കകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതായി കണ്ടെത്തിയാൽ 1,000 റിയാൽ പിഴ ഈടാക്കും. നേരത്തെ 500 റിയാലാണ് പിഴ ഈടാക്കിയിരുന്നത്. ഇനി മുതൽ നിയമലംഘനം ആവർത്തിച്ചാൽ പ്രതിദിനം 50 റിയാൽ വീതവും പിഴയായി അടയ്ക്കണം. ഒമാനിൽ മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി നാളെ യോഗം ചേരും. ഹിജ്റ വർഷാരംഭമായ മുഹറം മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മാസപ്പിറ കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ ഞായറാഴ്ചയാണ് ഹിജ്റ വർഷാരംഭം പ്രമാണിച്ചുള്ള ഔദ്യോഗിക അവധി ദിനം. ഖരീഫ് ദോഫാർ വിനോദ പരിപാടികളുടെ ഭാഗമായി കുട്ടികൾക്ക് ആവേശം പകർന്ന് കിഡ്ഡി ടൈമിന് സലാലയിൽ തുടക്കം. ഔക്കത്ത് പബ്ലിക് പാർക്കിൽ ഇത്തവണയും അധികൃതർ ഒരുക്കിയ വിനോദവേദി കുട്ടികൾക്ക് വിനോദത്തിനൊപ്പം അത്ഭുതങ്ങളുടെ ലോകത്ത് സഞ്ചരിക്കാനാകും. പാണ്ട വില്ലേജ്, സ്മോഫ്സ് വില്ലേജ്, മാഷ ആൻഡ് ദ ബിയർ വില്ലേജ് തുടങ്ങിയ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓരോ സെക്ഷനുകളും ഒരുക്കിയിരിക്കുന്നത്. കിഡ്ഡി ടൈം ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് ഗെയിമുകളുടെ വൈവിധ്യമാർന്ന ശേഖരവും അവതരിപ്പിച്ചിട്ടുണ്ട്. യുവാക്കൾക്കിടയിൽ സർഗാത്മകതയും ആത്മപ്രകാശനവും പരിപോഷിപ്പിക്കുന്നതിനായി മറ്റു പരിപാടികളും സംഘടിപ്പിക്കും. സ്കേറ്റിംഗ് പ്രേമികൾക്കായി സ്കേറ്റിംഗ് റിംഗും ഒരുക്കിയിട്ടുണ്ട്. ദോഫാർ മുനിസിപ്പാലിറ്റിക്കും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിനും അവരുടെ വിലമതിക്കാനാകാത്ത ശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണെന്ന് കിഡ്ഡി ടൈമിലെത്തുന്നവർ അറിയിച്ചു. അതേസമയം ഗരീഫ് ദോഫാറിൻ്റെ മറ്റു പരിപാടികൾ ഇത്തീൻ, അൽ ഹഫ, സലാല പാർക്ക്, അൽ സഅദ ഗാർഡൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കും. ഇത്തവണ 90 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഗരീഫ് സഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ബൗഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലേക്ക് പ്ലേറ്റ്ലെറ്റുകൾ ദാനം ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. വിവിധ രോഗികൾക്ക് പ്ലേറ്റ്ലെറ്റുകൾ അടിയന്തരമായി ആവശ്യമായി വന്ന സാഹചര്യമാണുള്ളത്. പ്രതിദിനം 12 പ്ലേറ്റ്ലെറ്റ് ദാതാക്കളെയാണ് ആവശ്യം വരുന്നത്. പ്ലേറ്റ്ലെറ്റുകൾ ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടണമെന്നും ബൗഷർ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു.
ബുറൈമി ഗവർണറേറ്റിൽ റോയൽ ഒമാൻ പോലീസ് നടത്തിയ പരിശോധനയിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 11 പേരെയാണ് പിടികൂടിയത്. മഹ്ദ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ചായിരുന്നു പരിശോധന. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച നിരവധി പ്രവാസികളെ പിടികൂടിയിരുന്നു. ഏഷ്യൻ രാജ്യക്കാരുൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. ഒരു മാസത്തിനിടെ 700-ൽ പരം ആളുകളെ നാടുകടത്തുകയും ചെയ്തു. പരിശോധന ശക്തമാക്കാനാണ് മന്ത്രാലയം തീരുമാനം. ഖുറിയാത്ത് വിലായത്തിലെ അൽ സലീൽ നാച്ചുറൽ പാർക്ക് വികസിപ്പിക്കാൻ പദ്ധതി. മസ്കത്ത് നഗരസഭയുടെ മേൽനോട്ടത്തിലാണ് പ്രദേശത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പാർക്കിന്റെ ഡിസൈനും നിർവഹണ ടെൻഡറും പ്രഖ്യാപിച്ചു. പ്രദേശത്തിന്റെ പ്രകൃതിദത്ത ഘടകങ്ങൾ പ്രയോജനപ്പെടുത്തുകയും സന്ദർശകർക്ക് ആസ്വദിക്കാനുള്ള ഹരിത ഇടമാക്കി മാറ്റുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മരുപ്പച്ചകൾ, പൊതുസേവന മേഖലകൾ, ക്യാമ്പിംഗ് പ്രവർത്തനങ്ങളും അനുബന്ധ സേവനങ്ങളും, നടപ്പാത, ബൈക്ക് ട്രയൽ, ലൈറ്റിംഗ് ശൃംഖല, ജലസേചന സംവിധാന ശൃംഖല, തണലുള്ള ഇരിപ്പിടങ്ങൾ എന്നിവ പാർക്കിലുണ്ടാകും. യാത്രക്കാർക്ക് ആശ്വാസമായി മസ്കത്ത് വിമാനത്താവളത്തിൽ പാർക്കിംഗ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചു. വേനൽക്കാല നിരക്കിളവാണ് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം 24 മണിക്കൂറിന് 1 റിയാൽ മാത്രമാകും വേനൽക്കാലത്തെ നിരക്ക്. ദിവസങ്ങളോളം വാഹനങ്ങൾ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് നടപടി. അതേസമയം മസ്കത്ത് വിമാനത്താവളത്തിലെ ഡിപ്പാർച്ചർ ഭാഗത്തിന് ഇടതുവശത്തുള്ള P5 പാർക്കിംഗ് ലോട്ടിൽ മാത്രമാണ് 1 റിയാലിന്റെ ഓഫർ ലഭ്യമാകുക. ഖരീഫ് യാത്രികർക്കുൾപ്പെടെ കുറഞ്ഞ പാർക്കിംഗ് നിരക്ക് ഗുണകരമാകും. അൽ ജസർ വിലായത്തിലെ അൽ ഖോർ ഖവി പ്രദേശത്ത് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ ക്യാമ്പയിനുമായി പരിസ്ഥിതി വിഭാഗം. 30,000 കണ്ടൽ ചെടികളാണ് നടുന്നത്. 6 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പയിനിൽ പ്രാദേശിക പരിസ്ഥിതി പ്രവർത്തകരെയും ജനങ്ങളെയും പങ്കാളികളാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പരിസ്ഥിതി വിഭാഗം കണ്ടൽ ചെടികൾ നടുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് തിരികെ പോകുന്ന ഹാജിമാരോട് വലിയ ക്രൂരതയാണ് എയർ ഇന്ത്യ കാണിക്കുന്നതെന്ന് സലാല KMCC പ്രസ്താവനയിൽ പറഞ്ഞു. വിമാനം മദീനയിൽ നിന്നും റാസൽ ഖൈമ വഴിയാണ് പോകുന്നത്. റാസൽ ഖൈമയിലേക്ക് മാത്രം 5.5 മണിക്കൂർ റണ്ണിംഗ് സമയവും 1.5 മണിക്കൂർ വെയിറ്റിംഗ് അടക്കം 7 മണിക്കൂർ റാസൽ ഖൈമയിൽ നിന്ന ശേഷമാണ് വിമാനം കോഴിക്കോട്ടേക്ക് പോകുന്നത്. കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് 12,000-ലധികം ഹാജിമാർ 38,000 രൂപ കൂടുതൽ നൽകിയാണ് ഹജ്ജിന് പോയിട്ടുള്ളത്. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികൂല കാലാവസ്ഥയും കഠിനമായ കർത്തവ്യങ്ങളും നിർവഹിച്ച് ഭൂരിഭാഗം ആളുകളും ശാരീരികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ നാട്ടിലേക്കുള്ള യാത്രയും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു. നിരന്തരം 13 മണിക്കൂറോളം വിമാനത്തിൽ ഇരിക്കേണ്ട യാത്രക്കാർ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത് ഭയത്തോടെയാണ് കാണുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കണമെന്ന് സലാല KMCC കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് MP-മാർക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചു. ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഭാവിയിലുള്ള ഹാജിമാർക്കെങ്കിലും പ്രയാസമില്ലാതെ നാട്ടിൽ തിരിച്ചെത്താനുള്ള നടപടിയെടുക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും സലാല KMCC ആവശ്യപ്പെട്ടു. രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ബുറൈമി, ദാഹിറ, തെക്കൻ ബാത്തിന, വടക്കൻ ബാത്തിന, ഷർക്കിയ, ദാഖിലിയ, അൽവുസ്ത, ദോഫാർ ഗവർണറേറ്റുകളിലെ ചില ഭാഗങ്ങളിലായിരിക്കും കാറ്റ് അനുഭവപ്പെടുക. അടുത്ത 2 ദിവസങ്ങളിലും ശക്തമായ കാറ്റ് തുടരാൻ സാധ്യതയുള്ളതിനാൽ താമസക്കാരും യാത്രക്കാരും ജാഗ്രത പാലിക്കണം. ബുറൈമി, ദാഹിറ, ദാഖിലിയ, അൽവുസ്ത ഗവർണറേറ്റുകളിൽ പൊടി നിറഞ്ഞ അന്തരീക്ഷവും ദൃശ്യപരത കുറയുന്നതും തുടരും. ഈ കാലയളവിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ ആവശ്യപ്പെട്ടു. 4 ഇരട്ടി അധികം തുക നൽകി ടിക്കറ്റ് എടുത്ത് കുടുംബത്തിനരികിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന പ്രവാസികളെ വട്ടം കറക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ജൂലൈ മാസത്തിലെ ആദ്യ 4 ദിവസത്തിനിടെ മാത്രം കേരള സെക്ടറുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് 10-ലധികം സർവീസുകളാണ്. വൈകി പറന്നത് ഇതിൽ കൂടുതലുമാണ്. അടുത്ത ദിവസങ്ങളിലെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായും വൈകുമെന്നും യാത്രക്കാർക്ക് ഇതിനോടകം സന്ദേശം ലഭിക്കുകയും ചെയ്തു. വരാനിരിക്കുന്നതും ദുരിത ദിനങ്ങൾ തന്നെയാണ്. ഇതര GCC രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വിമാനങ്ങൾ കുറവുള്ള ഒമാൻ കേരള സെക്ടറിലേക്ക് സർവീസ് റദ്ദാക്കുന്നത് യാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ മറ്റു വിമാനങ്ങൾ ലഭ്യമല്ലാത്തതും ലഭ്യമായ വിമാനങ്ങളിൽ ടിക്കറ്റിന് വലിയ തുക നൽകേണ്ടി വരുന്നതുമെല്ലാം പ്രവാസികൾക്ക് മേൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കുറഞ്ഞ ദിവസങ്ങളിലേക്ക് മാത്രമായും അവധി ദിനങ്ങളിലേക്കുമെല്ലാം നാടണയുന്ന പ്രവാസികൾ, മടങ്ങിയെത്തി ജോലിയിൽ കയറേണ്ടവർ, വിസ പുതുക്കേണ്ടവർ തുടങ്ങി നിരവധി പേരാണ് ഇതുവഴി ദുരിതത്തിലായിട്ടുള്ളത്.
വിമാന കമ്പനികളുടെ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനങ്ങൾ ബാധിക്കുന്നത് ട്രാവൽ ഏജൻസികളെയാണ്. ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് ഏജൻസികളായതിനാൽ തന്നെ സർവീസുകൾ മുടങ്ങുമ്പോഴും റദ്ദാക്കപ്പെടുമ്പോഴും കാര്യമായി ബാധിക്കുന്നതും അതിൻ്റെ ചൂടറിയുന്നത് ട്രാവൽ ഏജൻസികളിൽ ജോലി ചെയ്യുന്നവരാണ്. മറ്റൊന്ന്, ഗൾഫിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നിരക്കിലെ അന്തരമാണ്. ഓൺലൈൻ വഴി ഇന്ത്യൻ രൂപയിൽ ടിക്കറ്റ് എടുക്കുന്നതാണ് ലാഭം. മിക്കവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നു. ട്രാവൽ ഏജൻസികൾ വ്യാപാരമില്ലാതെ നഷ്ടത്തിലാകുന്നു. ഗൾഫിൽ ട്രാവൽ ഏജൻസികൾ നടത്തുന്നതേറെയും മലയാളികൾ. പിടിച്ചു നിൽക്കാൻ അവർ വേറെ വഴി തേടിപ്പോകുകയാണ്. ഉപഭോക്താവിനെ സംബന്ധിച്ച് ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ നല്ലതേത് മോശമേത് എന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ്. ഇതിനെല്ലാം പുറമെ ഈ ദുരിത ദിനങ്ങളിൽ ആളുകൾ ടിക്കറ്റ് എടുക്കാൻ മടിക്കുന്നതിനാൽ പല വിമാനങ്ങളിലും ഇരിപ്പിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നു. എന്നാലും അതിനനുസരിച്ച് നിരക്ക് കുറയ്ക്കാൻ വിമാന കമ്പനികൾ തയ്യാറല്ല. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.